വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ നാളെ എക്സാം ആവും ഞങ്ങളെ. അതിൻ്റെ കുറേ റിവിഷനുകളാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഇത് നിങ്ങളുടെ റിവിഷൻ്റെ എല്ലാ ക്വസ്റ്റ്യനും കണ്ടിലും ആൻസറെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന റിവിഷൻ ഫുള്ള് ഞാനിതെല്ലാം എഴുതി കേട്ടോ. ഫുള്ള് ഒരു 1.5 മണിക്കൂറോളം ഞാനിത് ഇട്ടതാട്ടോ. ലാസ്റ്റിലാണ് അറിയുന്നത് എൻ്റെ ക്യാമറ ഓണല്ല കേട്ടോ. അപ്പം നമുക്കത് ഒന്നുകൂടി ഒന്നാമത് എൻ്റെ തൊണ്ട ഒരു ശകലം വയ്യ കുഞ്ഞുങ്ങൾ കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. പക്ഷേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ ആൻസർ പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ ആദ്യം അത് അത്രയൊന്ന് പറഞ്ഞേക്കാം കേട്ടോ. കാരണം അത് അത്രയും സമയവും വേസ്റ്റായി. ക്യാമറ നോക്കിയപ്പോൾ ഓണായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നോക്കി എല്ലാം അതുകൊണ്ട് ചെയ്തിട്ടേക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പ്രധാനപ്പെട്ടത് മാത്രമാണ് നിങ്ങളെ നോക്കുന്നത്. നമ്മളെല്ലാ ചാപ്റ്ററും, അതായത് ചാപ്റ്റർ 5 മുതൽ 9 വരെ 9 ചാപ്റ്ററാണ്. 5, 6, 7, 8, 9 ആണ് നമ്മുടെ എക്സാമിൻ്റെ പോർഷൻ. അപ്പം നമുക്ക് നോക്കൂ നിങ്ങളെ. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഡെസിമൽ മെത്തേഡ് അല്ലെങ്കിൽ ദശാംശ രീതികൾ അല്ലേ. ഭിന്നസംഖ്യയ്ക്കാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, ഡെസിമലിനാണ് ദശാംശ രൂപം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്, നോക്കിക്കേ, 476/10 ഇത് നമുക്ക് ഫ്രാക്ഷനിലാണ് തന്നെ അല്ലേ, അല്ലെങ്കിൽ ഭിന്നസംഖ്യയിൽ തന്നെ. ഇതിനെ നിങ്ങൾ ഡെസിമലിലോട്ട് മാറ്റാനാണ് ചോദിക്കുന്നത്. എങ്ങനെ എഴുതിയാൽ മതി? ഞാൻ പറഞ്ഞിട്ടുണ്ട് എളുപ്പവഴി. മുകളിൽ തന്ന അതായത് ന്യൂമറേറ്ററിനെ അതുപോലെ അങ്ങ് എഴുതി വെക്കുക. താഴെ ഒരു 0 ആണെങ്കിൽ ഒരു 0 ലെഫ്റ്റിലോട്ട് മാറ്റി, അതായത് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എടുത്ത് നോക്കണേ. അതായത് ഇപ്പം ഞാൻ ഇത് കാരണം ഇവിടെ എല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. അഥവാ മനസ്സിലാവാത്തവർ, എനിക്കറിയാം ഇത് എൻ്റെ ക്ലാസ് കണ്ടവർക്ക് അറിയായിരിക്കും. ബൈ കണ്ടോ നിങ്ങളെ. ഇപ്പം 1000 എന്നാ തരുന്നത്. എത്രയോ ആയിക്കോട്ടെ, ഏതോ സംഖ്യ ആയിക്കോട്ടെ, മുകളിൽ തരുന്ന അതായത് ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതി വെക്കുക. ന്യൂമറേറ്ററിനെ അതുപോലെ അങ്ങ് എഴുതി വെക്കുക. എന്താ 3, 9, 6, 9 എന്ന് എഴുതി വെക്കുക. ന്യൂമറേറ്റർ അതുപോലെ എഴുതിയല്ലോ. താഴെ എത്ര 0 ആണോ എന്ന് നോക്കുക. എത്ര 0 ആണ്? 3 0 ആണ്. അപ്പോൾ 3 0 ലെഫ്റ്റിലോട്ട്, 3 0 എന്ന് വെച്ചാൽ 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. 1, 2, 3 സ്ഥാനം. ഇത്രയുള്ള സംഭവം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇത് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യയാണ്. ഇതെന്താ നിങ്ങളെ ഡെസിമലാണ്. ഫ്രാക്ഷനെ ഡെസിമലാക്കി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഇതൊക്കെ തന്നെ 456 തന്നിരിക്കുന്ന സംഖ്യ അതുപോലെ എഴുതുക. 2 0 ഉണ്ട്, 2 സ്ഥാനം ലെഫ്റ്റിലോട്ട്. ഓക്കെ, 1, 2, 3, 4 സംഖ്യ അതുപോലെ എഴുതുക. 3 0 ആയതുകൊണ്ട് 3 സ്ഥാനം ലെഫ്റ്റിലോട്ട്. ഓക്കെ ആണോ നിങ്ങളെ? നമുക്ക് സ്പീഡിൽ പോകണം, അതുകൊണ്ടാണ് കേട്ടോ. മോഡലാണ്. അടുത്ത് നോക്കിയാൽ എക്സ്പാൻഡഡ് ഫോം. എക്സ്പാൻഡഡ് ഫോം എന്ന് വെച്ചാൽ ഇതെല്ലാം ഇന്നലെ ഞാൻ പറഞ്ഞതാവും കേട്ടോ. എന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നോക്കണേ. ഇപ്പം 38.654 എന്നൊരു ചോദ്യത്തിനെ എക്സ്പാൻഡ് ചെയ്യുക അല്ലേ. എത്രത്തോളം നീട്ടി വലിച്ച് നമുക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് എക്സ്പാൻഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കേ. പോയിന്റ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ടും ചെല്ലുക. പോയിന്റ് കഴിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ടുള്ള ആരോ നിങ്ങൾ ഓർത്താൽ മതി. ഇങ്ങോട്ടും ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടും വേണ്ടേ. പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് പോയിന്റിനെ നടുക്ക് നിർത്തിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട്. മനസ്സിലായോ? അപ്പം നോക്കിയേ, പോയിന്റ് കഴിഞ്ഞിട്ട് ഇടന്ന് കൊടുക്കുക. 1s 10s അല്ലേ. ഒറ്റ 10. ഇതോ ഇവിടെ ഒറ്റയില്ല, പോയിന്റ് കഴിഞ്ഞിട്ട് 1s ഇല്ല. ഇവിടെ 10th 100th 1000th ഇത്തൊന്നും പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ ലിങ്ക് കാണാമെങ്കിൽ അറിയാൻ വയ്യാത്തവരും നോക്കണേ. അപ്പം നോക്കിക്കേ, ഇവിടെ 38 ആണ്. 38 എന്ന് വെച്ചാൽ അതാ 30 വെട്ടുമല്ലേ. അപ്പം 3 × 10 വന്ന എന്താ? 1s 10s. 3 10s 8 1s. ഓക്കെ ആണോ നിങ്ങളെ? 8 1s. ഓക്കെ ആണോ? ഇവിടെ പ്ലസ് കൊടുത്തോ കേട്ടോ, പ്ലസ്. ഓക്കെ ആണോ? ഇനി നോക്കിക്കേ, ഇനിയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. 6 എന്ന് പറയുന്നത് നമുക്ക് ഏത് സംഖ്യ ആയിക്കോട്ടെ, ഒന്നാമത്തെ 6, ഒന്നാമത്തെ സംഖ്യ ചെയ്തിട്ട് by 10. മനസ്സിലായോ? പ്ലസ് രണ്ടാമത്തെ എന്താ? 5. 5 എന്താണ്? 1/100. മനസ്സിലായോ? അടുത്ത ഏതാ? 4 എന്ന് എഴുതിയിട്ട് 1/1000. ഇത്രയേ ഉള്ളൂ. അതായത് ഇത് 10, ഇത് 100, ഇത് 1000. അപ്പം നമ്മൾ സംഖ്യ എഴുതിയിട്ട് വേണം അത് എഴുതാൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? അതാണ്ട് ഇത് കൊണ്ടോ 43 എന്ന് വെച്ചാൽ 40ഉം 3ഉമാണ്. 4 × 10. 10 വന്നത് 1s 10s കേട്ടോ. 1s 10s, ഇത് 1s. അപ്പം മനസ്സിലായോ? ഇത് നല്ല രീതിയിൽ നമ്മൾ ആ ലിങ്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മെത്തേഡ് നമ്മൾ കഴിഞ്ഞു. മൂന്നാമത്തെ നോക്കിയേ. മുമ്പ് നമ്മൾ ഫ്രാക്ഷനെ ഡെസിമലിലോട്ട് മാറ്റി. ഇനി എന്താണെന്നറിയോ? ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുക. നോക്കിയേ, 24 പോയിന്റ് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ അതുപോലെ പറക്കി എഴുതുക. 2, 4, 7 എഴുതുക. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണമായപ്പോൾ ഒരു 0 വരുന്ന 10. എളുപ്പമല്ലേ? എളുപ്പമാണോ? മനസ്സിലാക്കി നോക്കണേ നിങ്ങളെ. അടുത്ത് നോക്കിയേ, 3, 8, 6, 9. പോയിന്റ് ഇല്ലാതെ, പോയിന്റ് ഇടുന്നതിനെയാണല്ലോ നമ്മൾ ഡെസിമൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പോയിന്റ് ഇല്ലാതെ എഴുതുക. 3, 8, 6, 9 എന്ന് എഴുതുക. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് അല്ലേ. ഒരു ഡിജിറ്റ് വരുന്നത് എന്തിനാ? 10.
മനസ്സിലായോ? 2.4 പോയിന്റ് ഇല്ലാതെ എഴുതുക, പോയിന്റ് കഴിഞ്ഞിട്ട് 2 എണ്ണം 100-ന്. ഇത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഉണ്ട്. നിങ്ങൾ അഥവാ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ടിട്ട് നോക്കണേ, എങ്ങനെയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന്. ഇതിനെ ഈ രീതിയിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേർഡ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് എ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ഹൂ സൈഡ് ഈസ് 4.25 മീറ്റർ. അതായത് വശങ്ങളുടെ നീളം 4.25 മീറ്റർ ആയ ഒരു സമചതുര ത്രികോണത്തിന്റെ ചുറ്റളവ് സമചതുരമല്ല, സമഭുജ ത്രികോണം. സമം എന്ന് കേൾക്കുമ്പോഴെന്താവും നിങ്ങൾ? ഒരുപോലെയാണ്. ത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശം മാത്രമേ നമുക്ക് തരൂ. ഇപ്പം ഒരു വശം മാത്രം 4.25 ആണെങ്കിൽ മറ്റേ വശവും 4.25, ഈ വശവും 4.25 ആണ്. അതിനാണ് സമം. ഈക്വൽ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സൈഡ് ഒരുപോലെ. നമ്മൾ ആ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഇതൊക്കെ എന്തുവാന്ന് അല്ലേ. ഈക്വൽ എന്ന് വെച്ചാൽ എന്താ? സമഭുജം, 3 വശവും ഒരുപോലെയുള്ളത്. ഇതിനെ നമുക്ക് എന്താ, ഒന്നുകിൽ നമുക്ക്, അതായത് 4.25 ആണ് നമ്മുടെ സൈഡ്, ഒന്നുകിൽ ഈ പോയിന്റ് മാറ്റി നമ്മൾ എന്താ ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റിയിട്ട് ചെയ്യാം. എന്താവും നിങ്ങളെ ഡെസിമലി തിരഞ്ഞിപ്പം നമ്മൾ പറയല്ലോ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം 2 0. ത്രികോണത്തിന്റെ സൈഡ് എത്ര? 3. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ 12.75 കിട്ടും. അതല്ല എന്താ 4.25-നെ 3 കൊണ്ട് ചെയ്താലും നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ എളുപ്പം ആ മെത്തേഡ് ചെയ്യുക. ഇതാണെന്നായിരിക്കും പറയുന്നത്. പക്ഷേ ഈ പോയിന്റ് വരുമ്പോൾ ഇൻഡ്യൂ ചെയ്യുമ്പോൾ എവിടെയൊക്കെ പോയിന്റ് ഇടണമെന്ന് ആലോചിച്ചിട്ട് വേണം എഴുതാൻ കേട്ടോ. ഇപ്പോൾ നോക്കൂ നിങ്ങളെ, പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 സ്ഥാനമായതുകൊണ്ട് കിട്ടുന്ന സംഖ്യയുടെ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റിയാണ് കുത്തിടേണ്ടത് കേട്ടോ. അതൊക്കെ നല്ലപോലെ അറിയണേ. ഓക്കെ ആണോ? അപ്പോൾ 5 എണ്ണമായി. ഇനി അടുത്ത 6-മത്തെ അഞ്ചാമത്തെ, ഒരു കുപ്പിയിൽ 1.25 ലിറ്റർ വെള്ളം കൊള്ളും. ഇത്തരം 4 കുപ്പികൾ നിറയ്ക്കാൻ എത്ര ലിറ്റർ വെള്ളം വേണം? എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 1.25 ലിറ്റർ ഓഫ് വാട്ടർ. ഹൗ മെനി ലിറ്റർ ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ 4 സച്ച് ബോട്ടിൽ? ചോദ്യം മനസ്സിലായോ? ഒരു കുപ്പിയിൽ 1.25 വെള്ളം കൊള്ളും. ഒരു കുപ്പിക്കകത്ത് ഇത് നോക്കിക്കേ, 1.25 ഒന്നുകിൽ നമുക്ക് എന്താ ഇതിനെ 4 എണ്ണത്തിനെയും കൂടെ കൂട്ടുമ്പം കൂട്ടി എഴുതാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഒന്നുകിൽ ഇത് 4 എണ്ണത്തിന് കൂട്ടുമ്പോൾ നമുക്ക് 5 കിട്ടും. 5.00. നമ്മൾ 5 മണി 6 മണി എന്നൊക്കെ പറയുന്ന പോലെ പോയിന്റ് കഴിഞ്ഞ് 00 വന്നാൽ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. 5 ഇനി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 5 കേട്ടോ. ഇനി അതല്ല നമുക്ക് എന്താ 1 2 3 4 എന്താ 1.25-നെ 4 കൊണ്ട് ഗുണിച്ചാലും നമുക്ക് എന്ത് കിട്ടും? ആ ആൻസർ കിട്ടും. ഒന്നുകിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഇനി നോക്കിക്കേ, പോയിന്റിലാണ് വന്നത്, അതായത് ഡെസിമലിലാണ് വന്നത്. നമുക്ക് അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റിയിട്ട് ചെയ്താലും 5 കിട്ടും. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ രീതി ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇങ്ങനെ പടി എന്നല്ല, നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡാണോ ഉപയോഗിക്കുന്നത് മനസ്സിലാവുന്നത് അങ്ങനെ ചെയ്താൽ മതി. നിങ്ങളെ നമുക്ക് ആൻസർ കിട്ടണം കേട്ടോ. അടുത്ത് നോക്കി, ഇതിപ്പം നമ്മൾ എന്താ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയിരുന്നു മുമ്പ് ചെയ്തത്. ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് കേൾക്കുമ്പോൾ എന്താവും നിങ്ങളെ 3 വെച്ച് തന്നിരിക്കുന്ന സംഖ്യ 3, കാരണം ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ 3 സൈഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുക സമപഞ്ചഭുജം. പഞ്ചം എന്ന് വെച്ചാൽ എന്താ? 5. ഇംഗ്ലീഷ് മീഡിയക്കാരെ പെൻഡഗൺ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ 5 സൈഡ് ഉള്ളതിനെയാണ് പെൻഡഗൺ എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ ഓർത്തോണേ, 5 സൈഡ് ഉള്ളതിനെ എന്താ പെൻഡഗൺ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 1 2 3 4 5 5 സൈഡ്. അപ്പോൾ നമുക്ക് ഒരേപോലെയാണെന്ന് പറഞ്ഞു, സമ പഞ്ചഭുജമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരിടത്ത് 2 3 5 ആണെങ്കിൽ ഇവിടെയും ഇവിടെ എല്ലാം അത് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾ എപ്പോഴും അത് ഓർത്താൽ മതി, കാരണം ഈക്വൽ ആണെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈക്വൽ ട്രയാങ്കിൾ, ഈക്വൽ പെൻഡഗൺ, ഈക്വൽ ഹെക്സഗൺ കേട്ടോ. ഹെക്സഗൺ എന്ന് വെച്ചാൽ എന്താ 6 സൈഡ് ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ എന്താ 3 മെത്തേഡ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഡെസിമലിൽ മാറ്റി ഇങ്ങനെയും ചെയ്യാം. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും, കാരണം ഇത് ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റിയിട്ട് ചെയ്തു. ഇത് നമ്മൾ നേരിട്ട് 2.35-നെ 5 കൊണ്ട് ചെയ്തു. ഇത് 2.35 5 വട്ടം ചെയ്തു. രണ്ടായാലും ഒരേ ആൻസറാണ് കിട്ടുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്നിനെയും നിസ്സാരമായിട്ട് കരുതല്ലേ. അടുത്ത 7-മത്തെ ചോദ്യം, ദ വെയിറ്റ് ഓഫ് എ 1 milliliter ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് 0.91 gram. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 10.5 ml ഓഫ് കോക്കനട്ട് ഓയിൽ? 1 milliliter വെളിച്ചെണ്ണയുടെ ഭാരം 0.91 gram. 10.5 milliliter വെളിച്ചെണ്ണയുടെ ഭാരം എത്രയാണ്? 1 milliliter വെളിച്ചെണ്ണയുടെ ഭാരം 0.91 gram ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര? അതിനെ അങ്ങ് തന്നിരിക്കുന്ന 2 കൂടി ഇൻഡ്യൂ ചെയ്താൽ മതിയല്ലോ കേട്ടോ. അപ്പം നമുക്ക് എന്താ അതിനെ 2നെയും കൂടി ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമുക്ക്, ഞാൻ എപ്പോഴും 3 രീതി തന്നെയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് വെച്ചാൽ ആ രീതി ഉപയോഗിച്ചാൽ മതി. കണ്ടോ നിങ്ങളെ 105-നെ 91 കൊണ്ട് എടുക്കുമ്പോൾ 955 കിട്ടും. പക്ഷേ നമുക്ക് എന്താ 2 സ്ഥാനം മാറ്റി കുത്തിടണം അല്ലേ. ഇവിടെ 2 ആണോ? ഇവിടെ നോക്കിയേ, പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഉണ്ട്. അപ്പം 3 സ്ഥാനം മാറ്റി വേണം കുത്തിടാൻ കേട്ടോ.
മനസ്സിലാവുന്നുണ്ടോ? ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 20.5 മീറ്റർ ചുറ്റളമുള്ള ഒരു സമചതുരത്തിൻ്റെ സമചതുരമാണ്. ഓരോന്ന് കേട്ടോണം. നമ്മൾ പെൻഡഗൺ പഠിച്ചു അല്ലേ, പഞ്ചഭുജം പഠിച്ചു, ട്രയാങ്കിൾ പഠിച്ചു, പിന്നെ സ്ക്വയർ. ഇതെല്ലാം ഈക്വലായിട്ടുള്ളതാണ്. ഈ 3 കണക്കിൻ്റെയും പ്രത്യേകത മനസ്സിലായോ? സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, 4 വശവും ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് സ്ക്വയർ. അപ്പം നമുക്ക് അതിൻ്റെ പെരിമീറ്റർ ഇങ്ങ് തന്നവർ. നിങ്ങളെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, 4 വശവും, ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ നല്ലപോലെ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ കേട്ടോ. അതുകൊണ്ട് 4 വശവും ഒരുപോലെ ഉള്ളതിനെയാണ് നമ്മൾ സമഭുജം അല്ലേ, സമചതുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പെരിമീറ്റർ നമുക്ക്, അതായത് മൊത്തം കൂടെ ഉള്ള ചുറ്റളവ് അല്ലേ, നമുക്ക് തന്നു 20.5 ആണെന്ന്. എന്നിട്ട് പെരിമീറ്റർ നമുക്ക് ഓൾറെഡി നേരിട്ടിങ്ങി തന്നു. എത്ര? 20.5 ആണ്. സൈഡ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ സൈഡ് 4 ആണ്. അപ്പം ഒരു സൈഡ് കാണണമെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ ബൈ സൈഡാണ്. 20.5 ഡിവൈഡ് 4 ആണ് എന്താ, 5.1. ഇങ്ങനെയും ചെയ്യാം. അതല്ല നമുക്ക് എന്താ 20.5 എന്ന് പറയുന്നതിനെ നമ്മൾ 20.5 ഡെസിമലിലാണ്. അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പോൾ 205/10. ഇതിന് ഇനിയും സംശയം വരല്ലേ കുഞ്ഞുങ്ങളെ? ഇനി നമ്മളോട് പറഞ്ഞ എന്താ, പിന്നെ ഒരു സൈഡ് 4 ആണ്. ഒരു 4-ൽ 1 എങ്ങനെ ഈ 4-ൽ 1 ഒരു സൈഡ് 4 ആണെന്നോ ആ ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴും 5.125 കിട്ടും കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. ഈ ട്രയാങ്കിള് ട്രയാങ്കിളിൻ്റെ ഒരേപോലത്തെ ഈക്വലേറ്ററൽ ട്രയാങ്കിള്, പിന്നെ പഞ്ചഭുജം എന്ന് വെച്ചാൽ 5 പെൻഡഗണിൻ്റെയും ഹെക്സഗണിൻ്റെയും സ്ക്വയറിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത 9ാമത്തെ ചോദ്യം. 17.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി 2.5 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയ എത്ര കഷ്ണങ്ങളുണ്ട്? ആ അയൺ റോഡ് 17.5 മീറ്റർ ലോങ് ഈസ് കട്ട് ഇൻ ടു പീസസ് ഓഫ് ലെങ്ത് 2.5 മീറ്റർ ഈച്ച്. ഹൗ മെനി പീസസ് ആർ ദെയർ? കമ്പിയുടെ നീളം 17.5 ആണ്. ലെങ്ത് ഓഫ് ദ അയൺ റോഡ് അല്ലേ, അയൺ റോഡ് 17.5. ലെങ്ത് ഓഫ് എ പീസ്, ഒരു കഷ്ണത്തിൻ്റെ നീളം 2.5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കഷ്ണങ്ങളുടെ എണ്ണം നമുക്ക് എത്ര ഉണ്ട്? 17.5 ആണ് മൊത്തം നീളം. അതിൽ 2.5 വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 7 എണ്ണം കിട്ടും. അതായത് ഈ ഡെസിമലിനെ തന്നിരിക്കുന്ന ഡെസിമലിലല്ലയോ നോക്കിയേ, കുത്തിട്ടല്ലയോ തന്നിരിക്കുന്നത്, ഡെസിമലിനെ അങ്ങ് ഫ്രാക്ഷനിലോട്ട് മാറ്റണം. അന്നേരം നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഓർത്തോണം, നമ്മൾ ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കിയാണ് എഴുതി വെച്ചേക്കുന്നത്. ഈ ഡിവൈഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്, വെട്ടിയൊക്കെ ചെയ്യാം. പക്ഷേ എളുപ്പ വഴിക്ക് എന്ത് ചെയ്യുന്നറിയോ, ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. ഇങ്ങനെ ഡിവിഷനിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, തല തിരിച്ചിട്ട് ഇൻറ്റു കൊടുത്താൽ മതി. അതായത് 10നെ മുകളിലും 25നെ താഴെയും. റെസിപ്രോക്കൽ എന്നാണ് പറയുന്നത്. എന്താ, വിൽക്രമം തിരിച്ചിട്ടുക അല്ലേ. അപ്പോൾ അത് തല തിരിച്ചിടുക എന്നാണ് അതല്ലേ. 10 മുകളിലും 25 താഴെ. എന്താ, ഡിവിഷൻ എളുപ്പം ചെയ്യാൻ വേണ്ടിയാണ്. 175 × 10 1750, 25 × 10 250. അപ്പോൾ വെട്ടി ചെയ്യുമ്പോൾ 7 എണ്ണം കിട്ടും കേട്ടോ. പിന്നെ നിങ്ങളുടെ ഈ ചാപ്റ്ററിലെ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനകത്തിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് ഇങ്ങനെ ഒരെണ്ണം വരും. അതായത് നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആൻസർ തരും കുഞ്ഞുങ്ങളെ. ഇത് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും തരും. 7407 / 6 അതിൻ്റെ ആൻസറും തന്നിട്ടുണ്ട്. 1237.5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോയിന്റ് ഇട്ട് ഇങ്ങനെ ഓരോ പോയിന്റ് ഇട്ടും തന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതാൻ ഒന്നും ആലോചിക്കേണ്ട. നമുക്ക് നോക്കി ആൻസറിൽ ഓൾറെഡി ഒരു പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ, 0.5 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, പോയിന്റ് കഴിഞ്ഞിട്ട് 1. അപ്പം എന്താണെന്നറിയാം, ഈ ചോദ്യത്തിലും നമുക്ക് ഒരെണ്ണം ഉണ്ട്, ആൻസറിലും ഒരെണ്ണം, ഈ ആൻസറിൽ ഒരെണ്ണം. അപ്പം മൊത്തം 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി അങ്ങ് കുത്തിട്ടാൽ മതി. ഇവിടെ നോക്കിക്കേ, 2 എണ്ണം ഉണ്ട്, ആൻസറിൽ 1 ഉണ്ട്. അപ്പം 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഇവിടെ 3 ഉണ്ട്, അതിലൊന്നും 4 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റുക. ഈ ക്ലൂ ഓർത്ത് വെച്ചിരിക്കണം. നമ്മുടെ ആൻസറിൽ തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ കൂട്ടിയാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഇത് ചെയ്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ആ ചാപ്റ്ററിനകത്ത് ഞാൻ 10 ക്വസ്റ്റ്യനാണ് പ്രധാനപ്പെട്ട ഇട്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത നോക്കിക്കേ, അംശബന്ധം, റേഷ്യോ. അത് എളുപ്പമാണ് കുഞ്ഞുങ്ങളെ. എന്താ, ഹൈറ്റ് 20 ആണെങ്കിൽ വിഡ്ത്ത് 1 മീറ്റർ ആണ്. ഇവിടെ സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, ഇവിടെ മീറ്റർ ആണ്. നമ്മൾ മീറ്ററിനെ എന്തോ ആക്കി, സെൻറ്റിമീറ്റർ ആയി. അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ അല്ലേ, 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ 20:100. അതിനെ നമുക്ക് വെട്ടി ചെയ്യാൻ അറിയാൻ വയ്യാത്തൊരു ഹാഫ് അടിച്ച് വിട്ടാൽ മതി. എന്ന് വെച്ചാൽ പകുതി, 20ൻ്റെ പകുതി. ഇതെന്താ കുഞ്ഞുങ്ങളെ, പകുതി വെച്ച് ചെയ്താലും ഇനി വെട്ടി ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ 20ൻ്റെ പകുതി 10, 100ൻ്റെ പകുതി 50 അല്ലേ. ഇനി 10ൻ്റെ 10ഉം 50ഉം അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, 10ൻ്റെ ടേബിളിൽ വരും അല്ലേ. എന്താ, 1 10 10, 5 10 50. എങ്ങനെ ചെയ്താലും കിട്ടും
കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാണ് റേഷ്യോ. 96 വുമൺ ആൻഡ് 144 മെൻ അറ്റൻഡഡ് എ മീറ്റിംഗ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് വുമൺ ടു ദ നമ്പർ ഓഫ് മെൻ. ഒരു സമ്മേളനത്തിൽ 96 സ്ത്രീകളും 144 പുരുഷന്മാരും പങ്കെടുത്തു. സ്ത്രീകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും തമ്മിലുള്ള അംശബന്ധം എഴുതുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ വേർഡ് പ്രോബ്ലം എപ്പാണ്ട് ഇങ്ങനെയുള്ള പ്രോബ്ലം തരുമ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന സ്റ്റെപ്പ് പറക്കി എഴുതണം. സ്ത്രീകളുടെ എണ്ണം തന്നിട്ടുണ്ട്, പുരുഷന്മാരുടെ എണ്ണവും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ എഴുതും? ഇതും റേഷ്യോയിൽ കാണാനാണ്. നമുക്ക് നിങ്ങളൊന്ന് ഓർത്തോണം, 96ഉം 144ഉമാണ്. മുമ്പ് ഞാൻ പറഞ്ഞ രീതി പകുതി വെച്ചതാണ്ട് ഇങ്ങനെ ചെയ്തേക്കുന്നത് കണ്ടോ. ഒന്നും അറിയാൻ വയ്യാത്തവർ ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ മതിയോ നിങ്ങളെ. പകുതി എന്താ ഈ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ, ലാസ്റ്റ് നമ്പർ അതൊക്കെ നമ്മൾ പഠിച്ച 0, 2, 4, 6, 8 വന്നു കഴിഞ്ഞാൽ നമുക്ക് പകുതി വെച്ച് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 2 പകുതിയായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഓർത്താൽ മതി കേട്ടോ. അത് അല്ലെങ്കിൽ ഈ 96ഉം 144ഉം 12ന്റെ ടേബിളിൽ പറ്റും. 12ന്റെ ടേബിൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാവുന്നവർക്ക് 96ഉം 144ഉം 12ന്റെ ടേബിളിൽ പറ്റും. അതായത് 12 × 8 96ആണ്, 12 × 12 144ആണ്. എങ്ങനെയായാലും 2:3 വരും. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? പകുതി റേഷ്യോ എന്ന് കേൾക്കുമ്പോഴേ പകുതി വെച്ച്, ഒന്നും അറിയാൻ വയ്യാത്തവർക്കാണ് കേട്ടോ, പകുതി വെച്ച് അങ്ങ് ചെയ്താൽ മതി. അടുത്ത രമേശനും ജോണും ഒരു ജോലി കരാറെടുത്തു. രമേശൻ 6 ദിവസം, ജോൺ 7 ദിവസവുമാണ് ജോലി ചെയ്തത്. ഓരോരുത്തരും ചെയ്തത്. രമേശൻ എത്ര നിങ്ങളെ? 6 ദിവസവും ജോൺ 7 ദിവസവുമാണ് ജോലി ചെയ്തത്. കിട്ടിയ 6500 രൂപ ജോലി ചെയ്ത ദിവസങ്ങളുടെ അംശബന്ധത്തിൽ വീതിച്ചു. ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും എന്നാണ്. Ramesh and John took up a contract for a worker. Ramesh worked the first 6 days and John 7 days. They got 6,500 rupees. They divided it in the ratio of a number of days each worked. How much did each get? ചോദ്യം എല്ലാവരുടെയും ടെസ്റ്റിലുണ്ടെന്ന് അറിയാം. എന്നാൽ അപ്പം നമുക്ക് എപ്പോൾ വേർഡ് പ്രോബ്ലം തന്നാലും നിങ്ങളുടെ ജോലി തന്നിരിക്കുന്നത് പറക്കി എഴുതുക. രമേശൻ 6 ദിവസം ചെയ്തു, പിന്നെ ജോണ് 7 ദിവസവും ചെയ്തു. അത് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എത്ര രൂപയായി എമൗണ്ട് എന്ന് എഴുതിക്കോണം. എമൗണ്ട് നമുക്ക് എത്ര? 6500 രൂപയാണ് എമൗണ്ട്. ഏത് അംശബന്ധത്തിലാണ് അപ്പോൾ കൊടുക്കേണ്ടത്? 6:7. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ആ അംശബന്ധത്തിന് രണ്ടിനെയും കൂടെ അങ്ങ് കൂട്ടുക. 6ഉം 7 കൂട്ടുമ്പം 14ആണ്. 13ആണ്. നമുക്ക് വേണമെങ്കിൽ കേട്ടോ, ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു മെത്തേഡോ, ഒക്കെ 2 മെത്തേഡ് ഞാൻ ചെയ്തു. നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് എന്താ, രമേശൻ 6 ആയതുകൊണ്ട് 6/13 വെച്ച് 6500 ചെയ്തു, 3000 കിട്ടി. ജോണിനും 6500 7/13 വെച്ച് ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യം അല്ലേ, ഇത് വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിയാലോ എന്ന് കരുതി ഈ മെത്തേഡ് ചെയ്യാം. അതായത് റേഷ്യോ 6 + 7 13ആണ്. അതിന് സംശയമില്ലല്ലോ. ആ കിട്ടിയ 13 മൊത്തം എമൗണ്ടിനെ അങ്ങ് ഡിവൈഡ് ചെയ്യണം. മൊത്തം എമൗണ്ട് എത്ര നിങ്ങളെ? 6500 രൂപയായിരുന്നു അയാൾക്ക് കിട്ടിയത്. 2 പേർക്കൂടെ 6500 രൂപയാണ് അല്ലേ. റേഷ്യോ 2 കൂടെ കൂട്ടിയപ്പോൾ 13 രൂപ. 13 അല്ലേ, 13. അപ്പോൾ 6500നെ 13 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 6500നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 500 രൂപ. 500 മനസ്സിലായോ? നിങ്ങൾക്ക് കുറച്ചുകൂടെ മറ്റേതിനെക്കാട്ടി എളുപ്പ വഴി ഞാൻ പറഞ്ഞാൽ നിങ്ങളെ, ഇതിനകത്ത് 6500 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റേഷ്യോ 2 കൂടെ കൂട്ടിയപ്പോൾ 13 ആയി. 6500നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 500 കിട്ടി. 500 കിട്ടി. ഇനി രമേശന് എത്ര? 6 ദിവസത്തെ. അപ്പോൾ 500 × 6 3000. ജോണിന് 7 ദിവസത്തെ. 500 × 7 3500. ഇപ്പോൾ പിടികിട്ടിയോ? നിങ്ങൾക്ക് ഒന്നുകിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം, അതല്ല ഏത് കണക്കിൻ്റെയും ഞാൻ 2 മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് എളുപ്പം, കാരണം ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ രീതിയല്ലേ കുഞ്ഞുങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ മെത്തേഡും എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പം ഇതായിരിക്കുമെന്നല്ലേ. അപ്പോൾ ആ രീതി ഈ 500 വന്നതിന് സംശയമില്ലല്ലോ, കാരണം കിട്ടിയ മൊത്തം എമൗണ്ടിനെ 13 വന്നത് അറിയാമല്ലോ. 2 പേരുടെയും കൂടെ റേഷ്യോ ആണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം ഈ 3 ക്വസ്റ്റ്യനാണ് ഞാൻ 6ാമത്തെ ചാപ്റ്റർ അംശബന്ധത്തിൽ എഴുതി. കാരണം നമ്മുടെ അംശബന്ധത്തിൻ്റെ ലിങ്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അറിയാമോ, ഞാനൊരു സെറ്റ് സാരിയൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന തമ്പനയിലൊക്കെ കൊടുത്തത് നിങ്ങളെല്ലാം എൻ്റെ കമൻറ്റൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ അംശബന്ധം എല്ലാവർക്കും വളരെ, ഞാൻ പറഞ്ഞത് എളുപ്പം മനസ്സിലായി എന്നുള്ളത് കൊണ്ടാണ് ഞാനത് കൂടുതൽ എടുക്കാൻ, കാരണം അത് ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായി. അടുത്തത് എന്താ കുഞ്ഞുങ്ങളെ? ഷോർട്ട് ഹാൻഡ് മാത്ത് കേട്ടോ. 7ാമത്തെ ചാപ്റ്റർ ഷോർട്ട് ഹാൻഡ് മാത്ത്. നോക്കിക്കുക, അതിൻ്റെ പ്രത്യേകത ഇനി കൂടുതലൊന്നും വേണ്ട കുഞ്ഞുങ്ങളെ. എന്താണെന്നറിയോ, അത് ഞാൻ വാരി വലിച്ച് പറയുന്നില്ല. അതാണ്ട് ഈ 4 ഇക്വേഷൻ പഠിക്കാമെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാം. ഇത് ഇത്രയും പഠിക്കാമെങ്കിൽ കേട്ടോ, മനസ്സിലായോ? ഈ ഇക്വേഷൻ പഠിക്കാമെങ്കിൽ നമുക്ക് എന്താ ഈ ചാപ്റ്ററിൻ്റെ മാർക്ക് മേടിക്കാവുന്നത്. എങ്ങനെയാണെന്ന് പറയട്ടെ. x + y
ബ്രാക്കറ്റിലാണ് പ്ലസ് ഇസഡ് ഈസിക്കൽ ടു എക്സ് പ്ലസ് വൈ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, നിങ്ങളുടെ ബുക്കിൽ അങ്ങ് എഴുതിയെടുക്കണം. നോക്കിയിരിക്കല്ലേ, നിങ്ങളെ എഴുതിയെടുക്കണം. എന്നിട്ട് എന്താണെന്നറിയോ, ഈ എക്സിൻ്റെ അവിടെ ഞാനിപ്പം ഇവിടെ ഇത് നിങ്ങൾ എഴുതിയെടുക്കണേ. എഴുതിയെടുത്തിട്ട് ഞാനിപ്പോൾ ഒരു എമൗണ്ട് പറയാം കുഞ്ഞുങ്ങളെ, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കണേ, വേണ്ട എക്സ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ 5 അധികം 4. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് തല വിരിക്കുവാണെങ്കിൽ 3 ഇങ്ങനെ തരിക. മനസ്സിലായോ? ഇപ്പോൾ മനസ്സിലായോ? എക്സ് വൈ ഇസഡ് 5 4 3. അപ്പം നമ്മൾ ഇങ്ങനെ ചോദ്യം തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, എക്സിനെ വെളിയിലിടുക. എക്സ് എന്ന് പറയുന്ന ആരെവിടെ? 5. 5നെ വെളിയിലിട്ടിട്ട് മറ്റേതിനെ 2നെയും കൂടെ എടുക്കുക. അതായത് 4 അധികം 3. ഇപ്പം പിടികിട്ടിയോ? ഇത്രയേ ഉള്ളൂ. അപ്പം എങ്ങനെയാ? 5 അധികം 4 3 7 7 5 എത്ര? 8 9 10 11 12. എല്ലാം കറക്റ്റായിട്ട് തന്നെ എഴുതണേ കുഞ്ഞുങ്ങളെ. ചിലപ്പോൾ കൂട്ടി വരുമ്പോൾ 11 13 ആവല്ലേ. ഇപ്പം മനസ്സിലായി ഈ ഇക്വേഷൻ പഠിച്ചത്? ഈ ഇക്വേഷൻ അറിയാവുന്ന ഒരാൾക്ക് ഈ ആൻസറേ കിട്ടത്തുള്ളൂ. ഇനി അടുത്ത് നോക്കി, എക്സ് മൈനസ് ആണ്. അത് നമ്മൾ ഈ സെയിം ചോദ്യം 5 മൈനസ് 4 മൈനസ് എന്താ 3 കണ്ടോ, ഇങ്ങനെ തരുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ ഈ ഇക്വേഷൻ? അപ്പം നമ്മൾ ആൻസർ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? എക്സിനെ, അതായത് 5നെ വെളിയിലിട്ടിട്ട് 5 മൈനസ് ഏതാ വൈ എത്ര? 4 മൈനസ് 3. മനസ്സിലായോ? 5 മൈനസ് 4 3 7 അല്ലേ? 4 3 7 എത്ര? 4 പ്ലസ് അല്ലേ? ഇവിടെ പ്ലസ് ആവും നിങ്ങൾ. 4 3 7. അപ്പോൾ 5 മൈനസ് 7 എന്താ? 5 7 പോവുമോ? ഇല്ല. അപ്പം എന്താ? -2 എന്നുള്ള ആൻസർ. -2 വന്നത് എന്തുകൊണ്ടാണ്? 5 7 പോകത്തില്ല, തിരിച്ചിട്ട് ചെയ്തുകൊണ്ടാണ് -2 വന്നത് കേട്ടോ. ഇനി അടുത്ത അങ്ങനെ ഓരോന്നും ഈ ഇക്വേഷൻ വെച്ചിട്ട് സംഖ്യകൾ മാറ്റിയിട്ടാൽ മതി. അതായത് 49 അധികം 125 അധികം 75. പിന്നെ കുറച്ച് നമുക്കൊരു ലോജിക്കലി ഒന്ന് ചിന്തിക്കുകയും കൂടി വേണം. ഇവിടെ നോക്കിക്കേ, 49 വന്നു, ഇവിടെ 125 75. അപ്പം ചെയ്യാൻ എളുപ്പം 125 75 200 ഏത് പിള്ളേർക്കും അറിയാം അല്ലേ? 125 75 200. 200 49 249. അങ്ങനെ മെൻ്റലി എന്ന് വെച്ചാൽ പ്രോബ്ലംസ് മെൻ്റലി നടത്തിയത് പെട്ടെന്ന് ചെയ്യാനാണ്. നമ്മൾ മറ്റൊന്നിനെയും വെച്ച് ചെയ്യാതെ പെട്ടെന്ന് കാൽക്കുലേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ന്യൂമറേറ്റർ നോക്കിയേ 2 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെയും 4 ആണ്. അപ്പോൾ ഇവരെ രണ്ടിനെയും കൂടെ ഒരിടത്ത് കൊണ്ടുവന്ന് വിടായോ? അപ്പം നമുക്ക് എന്ത് കിട്ടും? 12.5 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് 8 4 3. ഈ 4 3 4 1 കൂടെ കൂട്ടുമ്പോൾ 4 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. നിങ്ങൾക്ക് 3 3 എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? 1 ആണ്. 5 5 എന്ന് പറഞ്ഞാലും 1 ആണ്. ഇതൊക്കെ അറിയണേ. 4 4 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പം 8 1 കൂട്ടുമ്പോൾ 9, അതിപ്പോൾ 12.5. ഇനി നോക്കിക്കേ, ഇവിടെ അതുപോലെ തന്നെ 37, ഇവിടെ 1.5 അര അല്ലേ? 1.5 അരയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇക്വേഷൻ അപ്പം പെട്ടെന്ന് ഓർത്തോണം. 2 മൈനസ് വന്നു കഴിഞ്ഞാൽ 2 മൈനസ്, അതായത് ആദ്യത്തെ മൈനസ് ബ്രാക്കറ്റിലും രണ്ടാമത്തെ മൈനസ് വെളിയിലുമാണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് വേണം ചെയ്യാൻ കേട്ടോ. അതാണ് ഈ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇനി ഞാൻ പറയണ്ടല്ലോ, കാരണം ഈ കണക്ക് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സർസൈസ് ക്വസ്റ്റ്യൻ അല്ലാത്തത് കൈ നീട്ടുമൊക്കെ ഒരുപാട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും കിടന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞുങ്ങളെ. ആ ഇക്വേഷൻ എന്താ? ആ 6 അതിനാണ് ഞാൻ ആ ബോക്സ് കയറ്റി നിങ്ങളെ ഇട്ട് കാണിച്ചത് കണ്ടോ. ഇത് ഈ കണക്കുകളെല്ലാം അത് വെച്ച് ചെയ്തതാണ്. നിങ്ങൾ അഥവാ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ടിട്ട് കേട്ടോ. ഞാൻ അപ്പോൾ അത്രയും സമയം ലാഭിക്കാമല്ലോ കുഞ്ഞുങ്ങളെ. അത് ഇതും അതുപോലെ നോക്കണം. ഇങ്ങനെ ഒരെണ്ണം തന്നെ ചിലപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ ചോദിക്കുക പെട്ട് ഇല്ലയോ? എന്തോ ചെയ്താൽ മതി. ഇവിടെ നോക്കിക്കേ, ഇൻറ്റു 3 4 1 ഇൻറ്റു 4 ആണ്. അപ്പം നമ്മൾ എന്താ പറയുക? 3 4 1 3 അധികം 4 1 ആക്കുക ഇൻറ്റു 4. പിന്നെ ഇവിടെ സെപ്പറേറ്റ് കിടക്കുന്ന ഈ 3 4 അല്ലേ? അതിനെ 2നെയും കൂടെ ഒരിടത്തിടുക. 4 1 ഇതിങ്ങനെ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അതറിയണമെന്നുണ്ട്. അത് ഞാൻ അടുത്ത കണക്കിൽ പറഞ്ഞുതരാം. അല്ലേ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ നല്ലപോലെ പഠിക്കണം. അത് ഈ ചാപ്റ്ററിൽ മാർക്ക് മേടിക്കുക എന്നുള്ളത് ഈ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഇപ്പം നമ്മൾ ആ പറഞ്ഞ രീതി അനുസരിച്ച് എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റ് ഇങ്ങനെ ഇസഡ്, ഇവിടെ എന്താ സൈൻ ഇല്ലാഞ്ഞത്? നമ്മൾ ഈ ചെയ്തതിനെല്ലാം നോക്കിയേ 1 2 1 2 1 2 1 2 എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കിയേ ഒരു സൈൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അത് ഇൻറ്റു എന്നുള്ള ഇതാണ്. അതായത് ഇപ്പം നോക്കിയേ 5 അധികം 3 എന്നിട്ടിട്ട് ഇവിടെ 2 എന്ന് കൊടുക്കുക എന്ന് വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ പോയി ഈ 2 പേരും കാണണമെന്ന് ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? 5 പോയി 2നെ കാണുക, 5 × 2 അല്ലേ? 3 പോയി
പ്ലസ് 3 പോയി ആരെ കാണുക, 2നെ കാണുക. ഇത് നമ്മൾ കുറേ എടുത്തതാ. 5 2 10, 3 2 6, 16 വരുന്നത് കേട്ടോ. കുറേ എടുത്താന്നേ കുഞ്ഞുങ്ങളെ. അതായത് ഇപ്പം നോക്കിയാൽ 103 × 15 നമ്മൾ ചാടി കയറി ഇങ്ങോട്ട് മാറ്റി 103 × 15 ചെയ്യല്ലേ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? 103നെ സ്പ്ലിറ്റ് ചെയ്യുക. 103നെ സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ ചെയ്യാം? 100 + 3 103. 15 അല്ലേ? 100 പോയി 15നെ കാണുക, 3 പോയി 15. നമ്മൾ കുറേ കണ്ടതാ. ഓർമ്മയുണ്ടോ നിങ്ങളെ? ആ ഷോർട്ട് ഹാൻഡ് മാത്രം എന്നുള്ള നമ്മുടെ ലിങ്ക് എടുത്ത് നോക്കിയാൽ മതി. ആദ്യത്തെ ആൾ പോയി കാണുക, രണ്ടാമത്തെ ആൾ പോയി കാണുക. പിന്നെ ഈ സൈൻ ഒരിക്കലും മാറില്ലേ. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മൾ കൂട്ടുവാണോ കുറയ്ക്കുവാണോ എന്ന് നോക്കുക. കൂട്ടുവാണെങ്കിൽ കൂട്ടി വെക്കുക. ഇനി നോക്കിക്കേ, 98 വരുന്നതെങ്കിലോ നിങ്ങളെ 90 + 8 വെച്ച് ചെയ്യുന്നതിലും എളുപ്പം 100 - 2 വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. 100 പോയി 25നെ കാണുക, 2 പോയി 25നെ കാണുക. ഈ മൈനസ് വന്ന എന്താണ്? നമ്മൾ പറഞ്ഞു കൂട്ടാനാണ്. നമ്മളിവിടെ കൂട്ടാനാണ് ചെയ്തതെങ്കിൽ കൂട്ടുക, കുറയ്ക്കാനാണ് നമ്മളിവിടെ കുറച്ചില്ലയോ. കാരണം എന്താ? 100ൽ നിന്ന് 2 കുറച്ചാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇവിടെ കുറയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ പഠിക്കുന്ന ഏതൊരു കുഞ്ഞിനും ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങളെ കേട്ടോ. പിന്നെ ഇങ്ങനെ അതറിയാം, ഈ ഇക്വേഷൻ്റെ പ്രാധാന്യം ഇതാണ്. അപ്പം ഇത് നമ്മൾ 4 എണ്ണത്തിനെ കുറേ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ നിങ്ങളെ? അതിന് സംശയമില്ല. അതാണ് ഷോർട്ട് ഹാൻഡ് മാത്തിനകത്തിലെ കണക്കാണ് കേട്ടോ. 7ാമത്തെ ചാപ്റ്റർ. 8ാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. 8 ഏതാവും നിങ്ങളെ? റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മളത് കുറേ ചെയ്തതാണ് ഇല്ലേ. അതിൻ്റെ ഈ ഫാക്ടർ ഘടകക്രിയ ചെയ്യാനുള്ളതിൻ്റെ എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്പർ 0 2 4 6 ആണെങ്കിൽ എന്താ 2ൻ്റെ ടേബിളിൽ പറ്റും. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ചാനൽ എടുത്ത് നോക്കണം കേട്ടോ. കാരണം നമുക്ക് മാത്സിന് ആകെ ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഘടകക്രിയ ചെയ്യാനൊക്കെ നല്ലപോലെ അറിയണം. പ്രൈം നമ്പർ എന്ന് വെച്ചാൽ ഒറ്റവട്ടം മാത്രം ചെയ്യുന്നതിനെയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. കണ്ടോ, പേജ് നമ്പറൊക്കെ എന്തെങ്കിലും ഡൗട്ടുള്ളവർ അതെടുത്ത് നോക്കണേ. നമ്മളിതെല്ലാം ലിങ്കിലുണ്ട്. 250 ലാസ്റ്റ് 0 വന്നാൽ 2 വെച്ച് പറ്റും. ലാസ്റ്റിൽ 5 വന്നാലോ നിങ്ങളെ 5ൻ്റെ ടേബിൾ തന്നെ എടുത്തോണം കേട്ടോ. ഇനി നോക്കിയേ 1/4 × 1/4. 1/4 2 വന്നു കഴിഞ്ഞാൽ 1/4 ദ ഹോൾ സ്ക്വയർ കേട്ടോ. അതൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്. ഇതൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മാർക്ക് മേടിക്കാൻ എളുപ്പമാണ്. പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? ഒന്നുകിൽ ഇതിനെ നമുക്ക് ഫ്രാക്ഷനിലോട്ട് മാറ്റിയിട്ടും ചെയ്യാം കേട്ടോ. ഫ്രാക്ഷനിലിട്ട് ചെയ്യാനൊക്കെ ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. എന്നാലും ഞാൻ ഒന്നും കൂടി ഞാൻ കാണിക്കേണ്ട. പോയിന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നു ഒക്കെ ചെയ്തതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ കുഞ്ഞുങ്ങളെ. പേജ് നമ്പർ 118 ഉണ്ടോ എക്സർസൈസ് ക്വസ്റ്റ്യൻ. അതായത് ഒരേപോലെ കൃതികളുടെ ഗുണനഫലം കാണാനൊക്കെ കേട്ടോ. കൃതികളുടെ പവർ മൾട്ടിപ്ലിക്കേഷൻ്റെ 72 എന്ന് പറയുമ്പോൾ ഇത്രയും വരുന്നുണ്ട്. 162നെ നമ്മൾ ചെയ്തപ്പോൾ ഇത്രയും വരുന്നുണ്ട്. ഇതിന് രണ്ടിലും പൊതുവായിട്ട് വരുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ അതെടുത്ത് എഴുതുക എന്നൊക്കെ കേട്ടോ. അതൊക്കെ നമ്മൾ കുറേ ചെയ്തതാണ്. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇതെല്ലാം നമ്മൾ 10ൻ്റെ കൃതി ഉണ്ട്. കൃതികളുടെ ഹരണം എന്ന് വെച്ചാൽ നോക്കിയേ, 256നെ 32 ഡിവൈഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാടി കയറി 32 വെച്ച് ഡിവൈഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. 256ൻ്റെ കൃതി കാണുക. ആദ്യമേ തന്നെ ഇങ്ങനെ കാണുക. 32ൻ്റെ കൃതി ഇങ്ങനെ കാണുക. എന്നിട്ട് രണ്ടും കൂടി തന്നെ കമ്പയർ ചെയ്യുക കണ്ടോ. 2:8 2:5. ഞാൻ അതിൻ്റെ എളുപ്പ വഴി വെച്ചാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ബാക്കി വരുന്ന എത്ര ഉണ്ടെന്ന് അപ്പോൾ ചെയ്യാൻ അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. x⁻m ഡിവൈഡ് x⁻n = x⁻m-n. ഇനി ഇക്വേഷൻ അഥവാ മറന്നുപോയി, പരീക്ഷ കളിച്ചെന്നിരിക്കുമ്പോൾ മറന്നു പോവുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഡിവിഷൻ അല്ലേ എന്ന് വെച്ചാൽ ഇങ്ങനെ വെട്ടി ചെയ്താൽ മതി. നമുക്ക് ആൻസർ കിട്ടും. ഇനി അവിടെ ചെന്നിരിക്കുമ്പോൾ മറന്നു പോയി എന്ന് എഴുതാതിരിക്കല്ലേ കേട്ടോ. നോക്കി x⁻m ഡിവൈഡ് x⁻n x⁻mn. ആ ഷോർട്ട് ഹാൻഡിനകത്തിൽ ഒരു 5 ഇക്വേഷൻ ഉണ്ട്. ഇതിനകത്തിലും ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ അറിയാവുന്നവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. ഇതെല്ലാം നമ്മൾ ഇക്വേഷൻ വെച്ചാണ് ചെയ്തത്. x⁻m ഡിവൈഡ് x⁻n. അതായത് ഡിവിഷൻ ആ ചോദിക്കുന്നെങ്കിൽ ഡിഫറൻറ്റ് കൃതിയുമാണ് തന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. ഓക്കെ ആണോ നിങ്ങൾ? ഈ കണക്കെല്ലാം ചെയ്തതാണ്. പേജ് x⁻m ഡിവൈഡഡ് x⁻n ആണെങ്കിലോ എന്താ രണ്ടും ഒരുപോലെയല്ലേ. അപ്പം n - m ആണ് കേട്ടോ. ഇതിൽ നിന്നും ഇത് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് എൻ്റെ കണ്ടോ ഇതൊക്കെ നോക്കണേ. തൊണ്ടയൊട്ടും വയ്യാണ്ടാവും നിങ്ങളെ. അല്ലെങ്കിൽ ഞാനൊരു ലൈവൊക്കെ ഇടണമെന്ന് വിചാരിച്ച, പക്ഷെ ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല. നോക്കിക്കേ, ഇത് ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ. x⁻m ദ ഹോൾ റൈസ് ടു n = x⁻mn എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. ഈ മേളിൽ കിടക്കുന്ന രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ഫുൾ കണക്കുകളും നമ്മൾ ആ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനകത്തിൽ ഇട്ടിട്ടുണ്ട്.
ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ തന്നത്. ഇനി ഒരു പാഠവും കൂടെ ഉണ്ട്. ഏതാ ലാസ്റ്റ് ചാപ്റ്റർ? ഏതാ? പിന്നെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് 9ാമത്തെ ചാപ്റ്റർ ഏതാ കുഞ്ഞുങ്ങളെ? ഏരിയ അല്ലല്ലോ, ഏരിയ ഓഫ് ട്രയാങ്കിൾ, നമ്പർ റിലേഷൻ. അത് നമ്മുടെ ലിങ്കിൽ കിടപ്പുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലിട്ട് ഞാൻ അന്നേരം ഞാൻ അതിൻ്റെ മറുപടി പറയാം കേട്ടോ കുഞ്ഞുങ്ങളെ. ഓക്കെ, പഠിച്ചിട്ട് എല്ലാവരും നല്ലപോലെ ദൈവമേ ഞാൻ പഠിപ്പിച്ചത് തന്നെ നിങ്ങളോട് ചോദിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നാളെ ക്വസ്റ്റ്യൻ എൻ്റെ കൈ കിട്ടുന്നിടം വരെ ഞാൻ പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളെ. ഞാൻ പഠിപ്പിച്ചത് തന്നെ ചോദിക്കണേ. എൻ്റെ ലിങ്ക് കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം വൃത്തിയായിട്ട് എഴുതണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.